വയനാട്ടിൽ കാട്ടാനി ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. മേപ്പാടി എരുമക്കൊല്ലി സ്വദേശി ആറുമുഖനാണ് മരിച്ചതാണെന്ന് പ്രതികരിക്കുന്നത്. യോഗം കൂടുന്നുണ്ട്. അപ്പോൾ ഏതാണ് ഉചിതമായുള്ള തീരുമാനം എന്നുള്ളത് എടുക്കാൻ വേണ്ടിയിട്ടാണ് യോഗം കൂടുന്നത്. കുങ്കിയാനകളെ കൊണ്ടുവരുന്നത് എൻ്റെ ലെവലിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അതിന് നമ്മൾ വൈൽഡ് ലൈഫ് വാർഡൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ടിട്ട് കുങ്കിയാനകളെ കൊണ്ടുവരാനുള്ള ഏർപ്പാട് ചെയ്യാൻ പറ്റും. പിന്നെ രണ്ടാമത് അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ആനയെ മയക്കവടി വെച്ച് സ്ഥലത്ത് നിന്ന് മാറ്റുക എന്നുള്ളതാണ്. അത് എൻ്റെ ലെവലിൽ എടുക്കേണ്ട ഒരു തീരുമാനമല്ല. അപ്പം അത്തരം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനാണ് നമ്മളെ ജില്ലാ കളക്ടറിൻ്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്ന് ഈ കാര്യങ്ങൾ നമ്മൾ സർക്കാരിനെ അറിയിക്കും. എന്തായാലും DFO അജിത് കെ രാമനാണ് നമ്മളോട് സംസാരിച്ചത്. അദ്ദേഹത്തിന്റെ നിയമപരമായ ഒരു പരിമിതി കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിനകത്ത് ഈ കുങ്കിയാനകളെ ഇറക്കിയുള്ള ഒരു ഡ്രൈവ് അദ്ദേഹം വഴി സാധ്യമാകും. പക്ഷേ അതിനപ്പുറത്തേക്ക് ഉള്ള ഒരു മയക്കുവെടി എന്നുള്ള കാര്യത്തിൽ ഒരു നയപരമായ തീരുമാനമെടുക്കാൻ അദ്ദേഹത്തിന് നിയമപരമായി അദ്ദേഹത്തിന്റെ ആ ഒരു ലെവലിലുള്ള ഒരു ഓഫീസർക്ക് കഴിയുന്നതല്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന് മുന്നിലുള്ള പ്രതിസന്ധി. സ്വാഭാവികമായും നാളെ ഒരു ഹയർ ലെവൽ യോഗം ചേരും. ആ യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തത ഉണ്ടാകും. മൃതദേഹം മാറ്റുകയാണ്. അത് നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. തേയിലത്തോട്ടങ്ങൾ നിറഞ്ഞ ഒരു പ്രദേശമാണിത്. ആ തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെ ഒരു റോഡ് നേരെ ഈ പൂളക്കുന്ന് ഉന്നതിയിലേക്ക് കടന്നു പോകുന്നു. ആ ഉന്നതിയിലാണ് ഇങ്ങനെ ഒരു അനുഭവം. ആറുമുഖൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള, അതായത് 50 വർഷം മുമ്പ് ഇവിടേക്ക് എത്തുകയും ഇവിടെ തേയിലത്തോട്ടത്തിൽ ജോലി ചെയ്ത് 30 വർഷക്കാലം ഇവിടെ തേയിലത്തോട്ടത്തിൽ ജോലി ചെയ്ത് റിട്ടയറായി. ഇതിനിടയിലാണ് അദ്ദേഹം ഈ പൂളക്കുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്ഥലം വാങ്ങി വീട് വെച്ച് താമസിക്കാൻ തുടങ്ങിയത്. അദ്ദേഹത്തിന്റെ ഭാര്യ നേരത്തെ മരിച്ചിട്ടുണ്ട്. 2 മക്കളുള്ളത് തമിഴ്നാട്ടിലാണ് എന്നുള്ളത് ഈ അയൽവാസികൾ ഉൾപ്പെടെയുള്ളവർ പറയുകയുണ്ടായി. എന്തായാലും അങ്ങനെ ഉള്ള ഒരാളാണ്. ഇന്ന് വൈകിട്ട് മേപ്പാടിയിലേക്ക് പോയതാണ്. മേപ്പാടിയിൽ വീട്ടിലേക്കുള്ള സാധനങ്ങളുമായി അദ്ദേഹം മടങ്ങി എത്തുകയായിരുന്നു. ആ മടങ്ങി എത്തുന്ന ഘട്ടത്തിലാണ് ഇങ്ങനെ കാട്ടാനയുടെ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ അടക്കമുള്ളവർ നമുക്ക് ഈ ആംബുലൻസിൽ നമുക്ക് കാണാൻ കഴിയുന്നു. മൃതദേഹം ഇവിടെ നിന്നും മാറ്റുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതീവ ദുഃഖകരമായ ഒരു അനുഭവം, അതീവ ദുഃഖകരമായ ഒരു സംഭവം. ആ ഒരു സംഭവം അത് ഇവിടെ സംഭവിച്ചിരിക്കുന്നു. അതായത് അട്ടമലയിൽ സമാനമായ രീതിയിൽ തന്നെ ഒരു ആദിവാസി യുവാവ് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. അതിന് തൊട്ട് മുമ്പാണ് നൂൽപ്പുഴയിൽ സമാനമായ ഒരു സംഭവം ഉണ്ടായത്. ഇതെല്ലാം സംഭവിക്കുന്ന ഒരു മാസങ്ങളുടെ ഇടവേളയിൽ മാത്രമാണ്. നിരന്തരം ഇങ്ങനെ കാട്ടാന ആക്രമണവും അങ്ങനെ മരണവും സംഭവിക്കുന്ന ഒരു അവസ്ഥ എന്നുള്ളത് സ്വാഭാവികമായും ആളുകളെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള അമർഷം രൂപപ്പെടുന്ന അല്ലെങ്കിൽ പ്രയാസമുണ്ടാക്കുന്ന ഒരവസ്ഥയാണ് ഉള്ളത്. ഇപ്പോൾ ആളുകളെല്ലാം തന്നെ ഇവിടെ നിന്നും പിരിഞ്ഞിട്ടുണ്ട്. നേരത്തെ 8 മണിയോടുകൂടിയാണ് ഈ ഒരു അതിദാരുണമായ സംഭവം ഇവിടെ ഉണ്ടായത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇദ്ദേഹം ഈ വീട്ടിലേക്ക് അരിയും സാധനങ്ങളുമായി വരികയായിരുന്നു. അതെല്ലാം തന്നെ അവിടെ ചിതറി കിടക്കുന്ന ഒരവസ്ഥ കൂടി ഉണ്ട് എന്നുള്ളതാണ് അതീവ ദുഃഖകരമായ കാര്യം. ഈ കോളനി നിവാസിയായിട്ടുള്ള കൃഷ്ണനടക്കം പറഞ്ഞത്, അതായത് ഇവിടെ നിന്നും പോയ ആളുകൾ ആരൊക്കെ എന്നുള്ള ഒരു ചോദ്യം ഉയർത്തി. എന്താ ഇവിടെ ഇപ്പോൾ പഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ഒപ്പം തന്നെ ചെയർമാന്മാരായിട്ടുള്ള നവാസും രാജു ഹജിമാടിയും നമ്മോടൊപ്പം ചേരുകയാണ്. എന്താണ് തീരുമാനം ഉണ്ടായിട്ടുള്ളത്? ഇപ്പം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചേൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ തൽക്കാലം ഇവിടെ ഒരു ബോഡിയോട് അനാഥരം കാണിക്കാൻ പാടില്ല. ബോഡി ഇവിടെ നിന്നും മോർച്ചറിയിലേക്ക് മാറ്റണം. രാവിലെ 11 മണിക്കുള്ളിൽ ആനയെ മയക്കുപിടി വെക്കണമെന്ന ഒറ്റാവശ്യം തന്നെയാണ് ആളുകൾ പറഞ്ഞിട്ടുള്ളത്. കുങ്കിയാനയുടെ പോസിബിൾ അല്ല. അപ്പോൾ ആ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കാര്യത്തിൽ തീരുമാനം ഇല്ലെങ്കിൽ ശക്തമായ സമരപരിപാടി നാളെ തന്നെ മുന്നോട്ട് പോകും. രാവിലെ 10 മണിക്ക് സർവകക്ഷി യോഗം വിളിക്കാൻ കൂടി ആലോചിക്കുന്നുണ്ട്. എന്തായാലും പഞ്ചായത്ത് സർവകക്ഷി യോഗം എന്നുള്ള തരത്തിലേക്ക് തീരുമാനങ്ങൾ മാറുന്നു. മാത്രമല്ല നാളെ 11 മണിക്കകം ഇതുമായി ബന്ധപ്പെട്ട മയക്കുവെടി അടക്കമുള്ള കാര്യങ്ങൾ വ്യക്തത ഉണ്ടാക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തണം എന്നുള്ള ആവശ്യമാണ്. നാട്ടുകാരുടെ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് സർവകക്ഷി യോഗം ഉൾപ്പെടെ വിളിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കളക്ടറുടെ നേതൃത്വത്തിൽ പ്രധാനപ്പെട്ട ചർച്ച നാളെ നടക്കും. അതിനുശേഷമാകും നാട്ടുകാരുടെ ആവശ്യങ്ങൾ ഏത് തരത്തിൽ പരിഹരിക്കാനാകുമെന്ന് പറയാനാവുക. വിവരങ്ങളാണ് സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് നൽകിയത്.